നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു, ഫോട്ടോഗ്രാഫി ബേസിക്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ. അതിന് നമ്മൾ പാർട്സ് ആയിട്ടാണ് ചെയ്യുന്നത്, കുറേ പാർട്ടുകളായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സെക്കൻഡ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അതൊരു സിനിമാറ്റോഗ്രാഫി വീഡിയോഗ്രാഫി സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ ഇനി നമുക്ക് തേർഡ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാനുള്ളത് നമ്മുടെ സ്മാർട്ട് ഫോൺ ക്യാമറയുടെ ക്വാളിറ്റി എങ്ങനെ നോക്കാം, അതുപോലെ നമ്മുടെ അതിൽ കുറച്ച് ക്യാമറ ടേംസ്, പിന്നെ നമ്മുടെ ക്യാമറയിൽ കുറച്ച് നമുക്ക് തെറ്റിദ്ധാരണകൾ, കുറച്ച് നമ്മൾ ക്യാമറയായിട്ട് ബന്ധപ്പെട്ട മൊബൈൽ ക്യാമറയായിട്ട് നമുക്കുള്ളൊരു കുറച്ച് തെറ്റിദ്ധാരണകൾ, അതൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലും പിന്നെ അടുത്ത വീഡിയോകളിലൊക്കെ നമ്മൾ പറയാൻ പോകും. ക്യാമറയുടെ ക്വാളിറ്റി എങ്ങനെ നോക്കും? മെഗാ പിക്സൽ നോക്കിയാൽ മതി? നോ, മെഗാ പിക്സൽ മാത്രം നോക്കിയിട്ട് ക്യാമറയുടെ ക്വാളിറ്റി അളക്കാൻ കഴിയില്ല എന്ന് പലർക്കും ഇപ്പോൾ മനസ്സിലായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് ക്യാമറയുടെ സെൻസർ, അതിൻ്റെ ലെൻസ്, അതേപോലെ അതിൻ്റെ ക്യാമറയുടെ സോഫ്റ്റ്വെയർ, മൊബൈലിലെ സോഫ്റ്റ്വെയർ, ഇതൊക്കെ നോക്കിയിട്ടാണ് ക്യാമറയുടെ ക്വാളിറ്റി നോക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു മെഗാ പിക്സൽ, നല്ലൊരു മെഗാ പിക്സൽ ആണെങ്കിൽ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടും. എന്നാൽ ഇതൊരു തെറ്റിദ്ധാരണയാണ്. കുറേ മെഗാ പിക്സൽ കൂടുന്ന സമയത്ത് നമുക്ക് പിക്ചറിൻ്റെ ക്വാളിറ്റി കുറയും എന്നല്ലാതെ അത് കൂടണമെന്നില്ല. ഇതെങ്ങനെ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ സെൻസറിലെ പിക്സൽ സൈസ് നോക്കിയിട്ടാണ്. പിക്സൽ സൈസിനെ നമ്മൾ മൈക്രോൺ പിക്സൽ സൈസ് എന്നുള്ള ഒരു യൂണിറ്റിലാണ് പറയാനുള്ളത്. നമ്മളിപ്പോൾ മൊബൈലിൻ്റെ ക്യാമറ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് GSM അരേന എന്ന് പറഞ്ഞിട്ടുള്ള കുറേ സൈറ്റുകളൊക്കെ ഉണ്ട്. നമ്മളെ മൊബൈലിലെ സ്പെസിഫിക്കേഷൻസ് നോക്കുന്ന കുറച്ച് സൈറ്റുകൾ, അങ്ങനെയുള്ള സൈറ്റുകളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഈ മൈക്രോൺ പിക്സൽ സൈസ് ആ ക്യാമറയുടെ കാണാൻ കഴിയും. അത് നോക്കിയിട്ട് ഭയങ്കര ഡീറ്റെയിലുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല. കാരണം ഈ മൈക്രോൺ പിക്സൽ സൈസും ക്യാമറയുടെ ക്വാളിറ്റിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരേ സെൻസറിൽ ഒരു ക്യാമറ എടുത്തു, 2 ഫോണുകളുണ്ട്, രണ്ടിലും സെൻസറിൻ്റെ സൈസ് ഒന്നാണ്. എന്നാൽ അതിൻ്റെ മെഗാ പിക്സൽ, ഒരു ഫോണിൻ്റെ മെഗാ പിക്സൽ 48 മെഗാ പിക്സലാണ്, മറ്റൊരു ഫോണിൻ്റെ മെഗാ പിക്സൽ എന്ന് പറഞ്ഞാൽ 12 മെഗാ പിക്സലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പിക്സൽ സൈസ് കൂടുതലുണ്ടാകുക 12 മെഗാ പിക്സലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരേ സെൻസറിൽ, ഒരേ വലിപ്പമുള്ള സെൻസറിൽ നമ്മൾ 48 മെഗാ പിക്സലുകൾ കുറേ ഉൾക്കൊള്ളണം. അതായത് അതിൽ കുത്തി നിറക്കണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു സെൻസറിൽ, ഒരു വലിപ്പമുള്ള സെൻസറിൽ. എന്നാൽ മറ്റൊരു സെൻസർ എന്ന് പറഞ്ഞാൽ 12 മെഗാ പിക്സൽ മാത്രമേ ഉള്ളൂ. അത്ര പിക്സൽസ് അതിൽ ആഡ് ചെയ്താൽ മതി, അത്ര പിക്സൽസ് അതിൽ കൊള്ളിക്കാൻ അത്ര വലിയ പ്രശ്നമില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരേ സെൻസറിലുള്ള ക്യാമറയിൽ കുറേ പിക്സൽസ് ആഡ് ചെയ്തു, പിക്സലിൻ്റെ സൈസ് കുറച്ചു, ഇതാണ് സംഭവിച്ചത്. അപ്പോൾ മൈക്രോൺ പിക്സൽ സൈസ് കുറഞ്ഞു. ഈ പിക്സൽ സൈസ് കുറയുന്നതനുസരിച്ച് നമ്മുടെ ക്യാമറയുടെ ലോ ലൈറ്റ് പെർഫോമൻസ് കുറയും. അതായത് നമ്മളിപ്പോൾ ഒരു നൈറ്റിലൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് വളരെ ഡാർക്കായിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സെൻസറിൽ തന്നെ ഒരു 12 മെഗാ പിക്സൽ വരേണ്ട ഒരു സെൻസറിൽ നമ്മൾ 100-200 മെഗാ പിക്സൽ ആഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഫുള്ള് രാവിലെ എടുക്കുന്ന ഫോട്ടോസ് വരെ ഒരു നൈറ്റിലെടുത്ത ഫോട്ടോയുടെ പോലെ ഡാർക്കായിട്ടുള്ള ഫോട്ടോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ മെഗാ പിക്സൽ കൂടിയാലും പ്രശ്നമാണ്. നമ്മളിപ്പോൾ Redmi Note 7 Pro എന്ന് പറഞ്ഞ ഫോൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ 48 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. നമ്മൾ ഡേ ലൈറ്റിൽ എടുക്കുന്ന സമയത്ത് 48 മെഗാ പിക്സൽ കിട്ടുമെങ്കിലും നമ്മളതിൽ രാത്രി ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതിൽ വെറും 12 മെഗാ പിക്സൽ മാത്രമേ കിട്ടുള്ളൂ. ആ പിക്സൽ ബിന്നിങ് എന്ന് പറഞ്ഞ ടെക്നോളജി വെച്ച്. സംഭവം ഇത് തന്നെയാണ്. പിക്സൽ ബിന്നിങ് എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് Redmi Note 7 യൂസ് ചെയ്തത്. അപ്പോൾ അതിലൂടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പിക്സലുകൾ, കുറേ പിക്സലുകളിൽ ആഡ് ചെയ്തിട്ടാണ് 48 മെഗാ പിക്സൽ വന്നത്. അപ്പോൾ ഈ പിക്സലുകളിലൊക്കെ ഒന്നാക്കി, 2-3 പിക്സലുകൾ ഒന്നിച്ച് ഒരു പിക്സലാക്കി മാത്രം മാറ്റും. അപ്പോൾ ഇൻഡിവിജ്വൽ പിക്സൽ സൈസ് കൂടും. അങ്ങനെ അത് 12 മെഗാ പിക്സലിലേക്കായി കുറയും. കുറേ പിക്സൽസ്, കുറേ ഗ്രൂപ്പായിട്ട് കുറേ പിക്സൽസ് ആയിട്ട് മാറുന്ന സമയത്ത് അത് 12 മെഗാ പിക്സലായി താഴ്ന്നു വരും. അപ്പോൾ നമുക്ക് ലോ ലൈറ്റിന് നല്ല പെർഫോമൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഫോൺ വാങ്ങുമ്പോൾ ഒരു 48-100 മെഗാ പിക്സലൊക്കെ ചിലപ്പോൾ ഇനി ഇറങ്ങാൻ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മൈക്രോൺ പിക്സൽ സൈസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ ആ പിക്സൽ സൈസ് കുറച്ചൊക്കെ കൂടിയതാണെന്ന് നോക്കണം. എന്നാലും നമുക്ക് നൈറ്റിൽ നമുക്ക് നല്ല ഇമേജസ് എടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അതിൽ ഈ Redmi Note 7 Pro ഉള്ള പോലെ പിക്സൽ ബിന്നിങ് ടെക്നോളജി പോലുള്ള എന്തെങ്കിലും ടെക്നോളജികൾ അതിലുണ്ടെങ്കിൽ പിന്നെ ഓക്കെ, നമുക്ക് അങ്ങനെ നല്ല ലോ ലൈറ്റിലും ഫോട്ടോസും നല്ല എടുക്കാൻ കഴിയും. അപ്പോൾ അതാണ് ക്യാമറയെ കുറിച്ചുള്ള ഒരു ടേം. ഇനി അടുത്തതായിട്ടുള്ളൊരു ടേം നിങ്ങൾക്ക് പലർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, HDR എന്ന് പലരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ HDR എന്താണെന്ന് നമുക്ക് നോക്കാം. HDR ഇമേജസ് എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ മൊബൈലിൽ എടുക്കുന്ന സമയത്ത് ഒരു 2-3 സെക്കൻഡ് സാധാ ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ 2-3 സെക്കൻഡ് എക്സ്ട്രാ ആ ഫോട്ടോസ് എടുക്കാൻ സമയമെടുക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ HDRൻ്റെ ആ 2-3 സെക്കൻഡിൽ ആ ക്യാമറ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 2-3 പിക്ചേഴ്സ് എടുക്കും, 2 കണ്ടീഷനിലോ 3 കണ്ടീഷനിലില്ല. അതായത് ഒന്ന് ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു ഇമേജ് എടുക്കും, അതായത് കൂടുതൽ ബ്രൈറ്റ്നസ് കൂടിയത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പിന്നെ ഒന്ന് നമുക്ക് അണ്ടർ എക്സ്പോസ്ഡ് ആയിട്ടില്ല, ബ്രൈറ്റ്നസ് കുറഞ്ഞൊരു ഇമേജ്. ആ 2 ഇമേജുകളും ചേർന്നിട്ട് നല്ലൊരു പിക്ചർ നമുക്ക് തരാമെന്നുള്ളതാണ് HDR ചെയ്യുന്നത്. നമ്മുടെ DSLR ക്യാമറയിലേക്ക് വരുമ്പോൾ നല്ല ഡൈനാമിക് റേഞ്ചിലെ ക്യാമറകളായിരിക്കും കൂടുതലും വരുന്നത്. ഫോണിലേക്ക് വരുമ്പോൾ ഡൈനാമിക് റേഞ്ച് കുറവായിരിക്കും.
അതുകൊണ്ടാണ് ഈ HDR എന്നുള്ളൊരു ഫീച്ചർ മൊബൈലിൽ വന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷാഡോസും ഹൈലൈറ്റ്സും തമ്മിലൊരു വ്യത്യാസം ഫോട്ടോയിൽ. അപ്പോൾ നമ്മളൊരു ആകാശം ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മളൊരു സബ്ജക്റ്റിന് ഫോട്ടോ എടുക്കുകയാണ്. നമ്മളൊരാളെ ഫോട്ടോ എടുക്കുന്നു, ആകാശമൊക്കെ കൂടിയിട്ടുള്ളൊരു ഫോട്ടോ ആണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഒരു ബഡ്ജറ്റ് ഫോണിലൊക്കെ എടുക്കുന്ന സമയത്താണ് കൂടുതലും ഉണ്ടാകാറുള്ളത്. നമ്മൾ മൊബൈലിൽ സാധാരണ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റിന് ഫോട്ടോ എടുക്കുകയാണ്, ഒരു ആകാശിൻ്റെ ഒക്കെ എടുത്ത് നിന്നാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത് വിചാരിക്കാം പുറത്ത് നിന്ന്. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ആകാശമൊക്കെ ആകെ ബ്ലൗൺ ഔട്ട് ആയിട്ടെന്ന് വേണമെങ്കിൽ പറയാം, ഒരു ആകെ ലൈറ്റ് കൂടിയിട്ട് വരുന്നത് കാണാൻ കഴിയും. എന്നാൽ നമ്മൾ ആകാശത്തിനൊന്ന് ജസ്റ്റ് ഫോക്കസ് ചെയ്യാൻ നോക്കിയാലോ ആകാശം ഒന്ന് ഡാർക്കായിട്ട് പോകും, എന്നാൽ നമ്മളെ സബ്ജക്റ്റ് നന്നായിട്ടൊരു ഭയങ്കര ലൈറ്റായിട്ട് പോകും. അപ്പോൾ ഇതൊക്കെ ഒരു പരിധി വരെ തടയാൻ നമ്മുടെ DSLR ക്യാമറയിലൊക്കെ കഴിയും, എന്നാൽ നമ്മളെ മൊബൈൽ ക്യാമറയിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് HDR എന്ന് പറഞ്ഞൊരു ടെക്നോളജി നമ്മളെ ഫോണിലുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും ഫോണിൽ HDR മോഡ് എനേബിൾ ആക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാം. അടുത്തതായിട്ടൊരു മിത്താണ് പറയാനുള്ളത്. പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 16:9 എന്ന് പറഞ്ഞൊരു ആസ്പെക്ട് റേഷ്യോയിൽ ഫോട്ടോ എടുക്കുന്നവരുണ്ട്. നമ്മളിപ്പോൾ ക്യാമറയുടെ സെറ്റിംഗ്സിൽ പോയിട്ട് 16:9 എന്നുള്ളത് എനേബിൾ ആക്കിയാൽ അത് നമ്മുടെ ക്യാമറ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ ആയിരിക്കും. അതായത് നമ്മുടെ സ്ക്രീൻ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുള്ള ഫോട്ടോ ആയിരിക്കും. ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗാലറിയിൽ പോയി നോക്കുന്ന സമയത്ത് അതൊരു ഫുള്ളായിട്ട് നമ്മുടെ സ്ക്രീൻ ഫുള്ളായിട്ട് ആ ഫോട്ടോ ഉണ്ടാവും. എന്നാൽ നമ്മൾ ഫോൺ വാങ്ങുന്ന സമയത്ത് തന്നെ ഉള്ളത് 4:3 എന്ന് പറഞ്ഞൊരു റേഷ്യോ ആയിരിക്കും. അതിലെടുക്കുന്ന സമയത്താണെങ്കിൽ ഒരു ക്രോപ്പ് ചെയ്തിട്ടുള്ള ഇമേജ് പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. എന്നാൽ സംഭവം ശരിക്കും എന്താണെന്ന് വെച്ചാൽ 4:3 എല്ലാ ക്യാമറകളും ക്യാമറ സെൻസേഴ്സ് ഫോട്ടോ എടുക്കുന്നത്. 16:9 ആസ്പെക്ട് റേഷ്യോയിലേക്ക് വരുന്ന സമയത്ത് ആ ഫോട്ടോ ക്രോപ്പ് ആവുന്നുണ്ട്. നമ്മൾ വിചാരിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. ഇത് സംഭവം ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു സെൻസർ എടുക്കുന്നത് 4:3 ആസ്പെക്ട് റേഷ്യോയിലാണ്. ആ ഒരു ഫോട്ടോയെ മുകളിലും അടിയിലും ക്രോപ്പ് ചെയ്തിട്ട് വരുന്ന ഒരു ഫോട്ടോ ആണ് 16:9. മുകളിലും താഴെയും ക്രോപ്പ് ചെയ്തതിന് ശേഷം സൂം ചെയ്ത് അങ്ങനെ ഉണ്ടാവും 16:9 ആയി. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ 16:9 എന്ന ആസ്പെക്ട് റേഷ്യോയിൽ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോ, നിങ്ങൾ ക്യാമറ 12 മെഗാ ആണെങ്കിൽ ഏകദേശം ഒരു 8 മെഗാ ആ ഒരു 16:9 എടുത്ത ഫോട്ടോ ഉണ്ടാവുള്ളൂ. എന്നാൽ നമ്മൾ 4:3 എന്ന് പറഞ്ഞ റേഷ്യോയിൽ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫുൾ ക്വാളിറ്റി നമ്മൾ 12 മെഗാ ക്യാമറ ആണെങ്കിൽ ആ 12 മെഗാ ഫുള്ളായിട്ടും നമുക്കതിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ 4:3 എന്ന റേഷ്യോയിൽ മാത്രം സെറ്റിങ്സിൽ പോയിട്ട് അത് ആക്കിയതിന് ശേഷം മാത്രം ഫോട്ടോ എടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 16:9 ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ മാത്രം അത് അങ്ങനെ ക്രോപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നേരിട്ട് അങ്ങനെ 16:9 ആസ്പെക്ട് റേഷ്യോയിൽ ഫോട്ടോ എടുക്കുന്നതിനേക്കാളും നല്ലത് അത് 4:3 എടുത്തതിന് ശേഷം ക്രോപ്പ് ചെയ്യുന്നതാണ്. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട് 4 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ കൂടെ നമുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ളൊരു പ്രചോദനം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. നമുക്കൊരു നല്ലൊരു ഇതായിരിക്കും അടുത്ത വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ വേണമെങ്കിൽ കിട്ടിയെന്ന് വരും. അപ്പോൾ മാക്സിമം ഇതിന് വ്യൂസൊക്കെ കൂട്ടാൻ ശ്രമിക്കാം. പിന്നെ അടുത്ത പാർട്സ് ഒന്നും മിസ് ചെയ്യാതെക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് പോലും പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടില്ല എന്ന് പറയാനുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടില്ല, കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്താണ് കുറേ പേര് പറയാൻ തുടങ്ങി. ഒരു 5-10 പേര് തന്നെ എനിക്കിപ്പോൾ മെസ്സേജ് അയച്ചു, കഴിഞ്ഞ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല, ഞാൻ ഷെയർ ചെയ്തപ്പോഴാണ് കിട്ടിയത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ മാക്സിമം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ പറ്റുമെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യാം. അപ്പോൾ ഈ ചാനലായിട്ട് നല്ലൊരു ബന്ധമുള്ള ആളാണ് ഇയാൾ. അപ്പോൾ ഇയാൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ മാക്സിമം കൊടുക്കാമെന്നൊക്കെ യൂട്യൂബ് വിചാരിച്ചിട്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഏതായാലും ഇത്രയാണുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.